പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് പ്രത്യേകമായി അച്ഛൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാണ്. ഒരുപാട് സഹനങ്ങളിലൂടെയും വേദനകളിലൂടെയും ദുഃഖങ്ങളിലൂടെയും ഒറ്റപ്പെടലുകളിലൂടെയും ഒക്കെ കടന്നു പോകുന്ന തീച്ചൂള അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന വ്യക്തികളുണ്ടാകും. അങ്ങനെയുള്ള വ്യക്തികൾക്ക് കുരിശെടുക്കാനുള്ള കരുത്ത് ലഭിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ഈശോയോട് യാചിക്കുകയും ചെയ്യുന്നു. ഒരാൾ ആത്മീയമായ പക്വതയിലേക്ക് കടന്നു വന്നോ എന്നുള്ളതിൻ്റെ തെളിവാണ് സഹനങ്ങൾ ഏറ്റെടുക്കാനുള്ള, സഹനങ്ങൾ വഹിക്കാനുള്ള കരുത്ത് നേടി എന്നുള്ളത്. ഈശോ കുരിശും ചുമന്നുകൊണ്ട് ഗാഗുൽത്തായിലേക്ക് നടന്നപ്പോൾ ഈശോ ആ കുരിശിനെ യഥാർത്ഥത്തിൽ ഹൃദയം കൊണ്ടും ആത്മാവ് കൊണ്ടും മനസ്സുകൊണ്ടും പുൽകുകയായിരുന്നു, ധൈര്യപൂർവ്വം വരിക്കുകയായിരുന്നു. എൻ്റെ ജനത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണെന്നുള്ളൊരു ബോധ്യത്തിലും സ്നേഹത്തിലുമാണ് ആ കുരിശ് വഹിച്ചത്. ഇതുപോലെ ഈശോയുടെ ഒരു ഐക്യപ്പെട്ട ആത്മാവ് കുരിശെടുക്കുമ്പോൾ, സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇതെൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണെന്നും എൻ്റെ കർത്താവിൻ്റെ ഹിതപ്രകാരമാണെന്നും ചിന്തിക്കാൻ കഴിഞ്ഞ ആ ആത്മാവ് പക്വതയുള്ളൊരു ആത്മാവാണ്. വചനം പറയുന്നത് എന്താ? വെളിപാട് 3:21, ഞാൻ വിജയം വരിച്ച് എൻ്റെ പിതാവിനോടൊത്ത് അവിടുത്തെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ വിജയം വരിക്കുന്നവരെ എന്നോടൊത്ത് എൻ്റെ സിംഹാസനത്തിൽ ഞാൻ ഇരുത്തും. വിജയം വരിക്കണം, അത് നിർബന്ധമാണ്. കർത്താവ് സിംഹാസനത്തിൽ ഇരുന്നത് എങ്ങനെയാ? സഹനങ്ങളിലൂടെ കടന്നുപോയി സഹനത്തിന് മീതെ വിജയം വരിച്ചത് കൊണ്ടാ. ഇതുപോലെ കർത്താവിനെ പിൻചെല്ലുന്ന ഞാനും നീയും ഒക്കെ ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ മറുതലിച്ച് ശപിച്ച് വെറുത്ത് നിരാശപ്പെട്ട് നിൽക്കുവാണെങ്കിൽ വിജയം വരിച്ചിട്ടില്ല. ജീവിതത്തിൽ വിപരീത അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, ഏകാന്തതകൾ ഉണ്ടാകുമ്പോൾ, ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോൾ, കഥനങ്ങൾ ഉണ്ടാകുമ്പോൾ, ഒറ്റപ്പെടലുകൾ ഉണ്ടാകുമ്പോൾ നീ പറയണം, ഞാനിത് മറികടക്കും. എൻ്റെ കർത്താവ് വഹിച്ച കുരിശാണ്. എൻ്റെ ഈ ജീവിതത്തിലുണ്ടാകുന്ന കുരിശനുഭവങ്ങളെ ഞാൻ അവിടുത്തെ കൃപയിലും ശക്തിയിലും ആശ്രയിച്ച് മറികടക്കും. അങ്ങനെ പറയാൻ കൽപ്പുണ്ടെങ്കിൽ നീ വിജയം വരിക്കും. ഇപ്പം സഹനങ്ങളെ മറികടക്കാൻ, സഹനങ്ങളെ തോൽപ്പിക്കാനുള്ള കരുത്ത് നിങ്ങൾക്കെല്ലാവർക്കും ലഭിക്കട്ടെ. ഇന്ന് മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം, ഈശോയെ കുരിശെടുക്കാനുള്ള കരുത്ത് നൽകണമേ എന്ന്. ദിവ്യകാരുണ്യനാഥൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.